പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രനും അലീനയും ഒരുമിച്ചാണ് എന്ന് അറിഞ്ഞ് ദേഷ്യത്തിലാണ് വൈജയന്തി അത് മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അവളെ കൂട്ടി ഇങ്ങോട്ട് വരുമെന്നോ, എങ്കിൽ ഒന്ന് കാണണമല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടി അതിന് അവൻ ഇങ്ങോട്ട് വരുമോ, ഇനി അലീനയും കൃഷ്ണമോളെയും കൂട്ടി വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് താമസം മാറുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കര ടെൻഷനാകുന്നുണ്ട് വൈജയന്തിക്ക്. ഈ സമയം എങ്ങനെയാണ് അലീനെ ഇനി ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നാണ് രാജീവൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി മനുവിനോട് സംസാരിക്കുമ്പം മനു പറയുന്നുണ്ട്, ഇവിടെ അലീനയല്ല പ്രശ്നം, ശരിക്കും പ്രശ്നം അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള മാരത്തോണാണ്. അതൊന്ന് അവസാനിപ്പിച്ചാൽ തന്നെ എല്ലാം ശരിയാകുമെന്ന് മനു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു അങ്ങ് പോവും. അതിന് ശേഷം ഹരിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഹരി പറയുവാണ്, അലീനയെ നമുക്കങ്ങ് തട്ടിക്കൊണ്ടു പോവാം, അന്നേരം പ്രശ്നം തീരുമല്ലോ എന്ന്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് രാജീവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ രാജീവൻ വൈജയന്തിയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നു. അവിടെ വെച്ച് മുത്തശ്ശിയുടെ മുമ്പ് വെച്ചാണ് സംസാരിക്കുന്നത്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാമെന്ന്. അന്നേരം രാജീവൻ ചോദിക്കും, എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം പലതും ചെയ്യാമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം രാജീവൻ ആകെ വിഷമം. രാജീവൻ പറയുന്നുണ്ട്, നീ എടുത്തിയാടി ഒന്നും ചെയ്തേക്കരുത്, എന്താ ചെയ്യേണ്ടത് എന്ന് ഞാനും ശിവേട്ടനും കൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു പരിഹാരം കാണാമെന്ന് പറയുമ്പം ഉറപ്പാണോ എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തുമെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നീ ടെൻഷൻ ആകണ്ട എന്ന് പറയുന്നു. അങ്ങനെ വൈജയന്തി ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുന്ന രാജീവിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.